ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ദൃശ്യവിസ്മയം തീർത്തു ചിനക്കത്തൂർക്കാവിലെ മണ്ഡലം താലപ്പൊലി നിറമാല മഹോത്സവം. ദൃശ്യവിസ്മയം തീർത്ത് ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി നിറമാല മഹോത്സവം. വൈകുന്നേരം പഞ്ചായുധം ദീപസമർപ്പണവും തെക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന വർണ്ണ വിസ്മയ ദീപക്കാഴ്ചയും നടന്നു. രാത്രി ഡബിൾ സ്റ്റേജ് ഗാനമേള അരങ്ങിലെത്തി. പിന്നണി ഗായകൻ പ്രകാശ് സാരംഗ് നയിച്ച പത്തനംതിട്ട ഒറിജിനൽസും പിന്നണി ഗായകൻ രതീഷ് നാരായണൻ നയിച്ച ബീഡ്സ് ഓഫ് തൃശൂരുമാണ് മത്സര സ്വഭാവത്തിൽ ഗാനമേള അവതരിപ്പിച്ചത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമാ നിർമ്മാതാവ് M. മുകുന്ദനെയും അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിന്റെ ദേവിദാസ പുരസ്കാരം നേടിയ ചിനക്കത്തൂരിലെ വെളിച്ചപ്പാട് P. പ്രഭാകരനെയും ആദരിച്ചു. ക്ഷേത്രത്തിൽ വൈകിട്ട് നാഗസ്വരവും രാത്രി താലമെഴുന്നള്ളിപ്പും ഉണ്ടായി. താലമെഴുന്നള്ളിപ്പിന് ശേഷം വെടിക്കെട്ടും നടന്നു. വർണ്ണവിസ്മയ ദീപങ്ങൾ, സ്വയം തിരിയുന്ന ദീപങ്ങൾ, കൂടാതെ ലക്ഷ്യദീപം എന്നിവ ഈ വർഷത്തെ മണ്ഡലം താലപ്പൊലിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. കൂടാതെ ദേവസ്വം വക തായമ്പക, കേളിപ്പറ്റ്, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, മേളം, താലം എന്നിവയും നടന്നു. കമ്പപ്രേമികൾക്കായി നിറമാല കമ്മിറ്റി കമ്പക്കാലിൽ രാത്രി ഗംഭീര കമ്പം കത്തിക്കൽ ചടങ്ങും നടന്നു. മണ്ഡല ചുറ്റുവിളക്കിന്റെ അവസാന ദിവസമാണ് എല്ലാ വർഷങ്ങളിലും ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല ഉത്സവം ആഘോഷിച്ചു വരുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് വാണിയംകുളം ഡിവിഷനിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി അബ്ദുൾ ഖാദർ സത്യപ്രതിജ്ഞ ചെയ്തു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന വാണിയംകുളം ഡിവിഷൻ 24 ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച C. അബ്ദുൾ ഖാദർ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടിയിൽ മുൻ MLA M. ഹംസ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK. ചാമുണ്ണി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനിത പോൾസൺ, ശാലിനി കർപ്പേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M. രാമൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ അംഗം P.K. സുധാകരന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് 10,207 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ C. അബ്ദുൾ ഖാദർ വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായ C. അബ്ദുൾ ഖാദർ 18,263 വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി MP. പ്രേംകുമാറിന് 8,056 വോട്ടുകളും BJP സ്ഥാനാർത്ഥി N. മണികണ്ഠന് 6,263 വോട്ടുകളുമാണ് നേടാൻ കഴിഞ്ഞത്. പുതുവർഷ ആഘോഷങ്ങൾക്കിടെ പെട്രോൾ പമ്പിലെ ജീവനക്കാർക്കെതിരെയുള്ള ആക്രമണം പതിവായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ നാളെ രാത്രി 8 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെ അടച്ചിടും. നാളെ രാത്രി 8 മുതൽ ജനുവരി 1 രാവിലെ 6 വരെ ജില്ലയിലെ എല്ലാ പെട്രോൾ പമ്പുകളും അടച്ചിടുമെന്ന് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. പുതുവർഷാഘോഷങ്ങൾക്കിടെ പമ്പിലെ ജീവനക്കാർക്കു നേരെ നടക്കുന്ന ആക്രമണം പതിവായിരിക്കുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലിന്റെ ഭാഗമായി അടച്ചിടാൻ തീരുമാനിച്ചതെന്ന് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PR വെങ്കടേശ്വരൻ അറിയിച്ചു. അടുത്തിടെ ജില്ലയിൽ ഒട്ടേറെ പമ്പുകളിൽ ജീവനക്കാർക്ക് അക്രമികളിൽ നിന്ന് മർദ്ദനം ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പമ്പിലെത്തി ലൈറ്റർ കത്തിച്ച് അപകട ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്.
ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്നും സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്ലാക്കുണ്ട് കോളനി റോഡ് ഉദ്ഘാടനം നടന്നു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ക്ടായോട്ടുകാവ് പ്ലാക്കുണ്ട് കോളനി റോഡിന്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് കോൺക്രീറ്റ് നിർവഹിച്ചത്. പ്രദേശത്തെ 150ഓളം വരുന്ന കുടുംബങ്ങൾക്ക് റോഡ് ഉപകാരപ്രദമാണ്. പ്രദേശവാസികളുടെ ഏറെ വർഷമായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. കടമ്പഴിപ്പുറം ചിരട്ടിമല പ്രധാന പാതയുമായി ബന്ധിക്കുന്നതാണ് ക്ടയാട്ടുകാവ് പ്ലാക്കുണ്ട് കോളനി റോഡ്. പരിപാടിയിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ നടന്നു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി 2024-25 ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് EMS പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദേവി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ അനിത പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഹരി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. നവീകരിച്ച അടയ്ക്കാപുത്തൂർ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നടന്നു. അടയ്ക്കാപുത്തൂർ ജുമാ മസ്ജിദിന്റെ നവീകരിച്ച 3ാം നിലയുടെ ഉദ്ഘാടനം ഉമ്മർ സഖാഫി അൽ കാമിലി മേലാറ്റൂർ നിർവഹിച്ചു. ഗൾഫിലുള്ള ഒരുപാട് ആളുകളെ ബന്ധപ്പെടുകയും നിരന്തരമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവസ്ഥയിൽ തന്നെ അവരിന് 15,000 UAE ദിർഹം അറിയിപ്പിക്കുവാനും വേണ്ടിയാണ് അവർ അത്രയും സംഖ്യ കൊടുത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടെ അൽഹംദുലില്ലാഹ് ഇതിന് വേണ്ട ഒന്ന് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വലിയ കൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാഹ് അതിന് ചെറിയ നിരക്കുള്ള അതിലേക്കുള്ള സിമന്റ്, മണല് ഐറ്റംസ് അതിന് ടോട്ടൽ 1,10,270 രൂപ, 1,780 രൂപ പെയിന്റിന് കൂലിയായിട്ട്. ഖത്തീബ് മുഹമ്മദ് അലി സഖാഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വീരമംഗലം കുഞ്ഞു മുഹമ്മദ് സഖാഫി അധ്യക്ഷനായി. അഹ് മുസ്ലിയാർ പള്ളിക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഷമൂസ് മുസ്ലിയാർ, മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, മുസ്തഫ ദാറാനി എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദഫ് പ്രോഗ്രാമും ബുർദ പാരായണവും നടന്നു. ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിൽ മികച്ച നേട്ടം കൈവരിച്ച് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. ലൈഫ് ഭവന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ 968 കുടുംബങ്ങളാണ് 2 തരത്തിലുള്ള ലിസ്റ്റിലായി നിലവിൽ വന്നത്. 833 കുടുംബങ്ങൾ ഭൂമിയുണ്ട് വീടില്ല എന്നുള്ള പട്ടികയിലും 135 കുടുംബങ്ങൾ ഭൂരഹിത ഭവനരഹിത പട്ടികയിൽ നിലനിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പാർപ്പിടം കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. 2020 ആഗസ്റ്റ് മാസം 16-ാം തീയതി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ 968 കുടുംബങ്ങളുണ്ട്. ആ 968 കുടുംബങ്ങൾക്കും ഈ ഗവൺമെന്റിന്റെ കാലത്ത് പാർപ്പിടം വെച്ച് നൽകും എന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഈ സാമ്പത്തിക വർഷത്തിൽ 200 കുടുംബങ്ങൾക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുകയാണ്. 100 SC കുടുംബങ്ങൾക്ക്, 100 ജനറൽ കുടുംബങ്ങൾക്ക്. അതിന്റെ എഗ്രിമെന്റ് വെച്ചു, അഡ്വാൻസ് കൊടുത്തു. ആ രീതിയിലുള്ള പ്രവർത്തനം നടന്നു വരികയാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തിക്കുക എന്ന നിലയിലുള്ള പദ്ധതിയാണ് ജലജീവൻ പദ്ധതി. കേന്ദ്ര സംസ്ഥാന പഞ്ചായത്ത് ഗുണഭോക്തൃ വിഹിതത്തോടു കൂടി നടപ്പാക്കുന്നതാണ്. ആ പദ്ധതി 2024 കൂടി പൂർത്തീകരിക്കാൻ കഴിയണ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിലായി വരികയാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡാണുള്ളത്. 18 വാർഡിലും സംഘാടക സമിതി രൂപീകരിച്ച് വീട്ടുമുറ്റ സദസ്സുകൾ നടത്തി ജനങ്ങളെ ചെർപ്പളശ്ശേരിയിൽ നല്ല നിലയിലുള്ള പങ്കാളിത്തം ഉണ്ടാകുന്നതിന് വേണ്ടി ഏതാണ്ട് 100-ലധികം വാഹനങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് നിന്ന് ട്രാവലറായും ബസ്സായും കാറായും ആ നിലയിൽ 1-ാം തീയതി ചെർപ്പളശ്ശേരിയിലേക്ക് വാണിയംകുളം പഞ്ചായത്തിലെ ജനങ്ങൾ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒഴുകി എത്തും എന്നാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ഹരിതമിത്രം ആപ്പിന്റെ QR കോഡ് പതിപ്പിച്ച് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പിന്റെ QR കോഡ് പതിപ്പിക്കലും വിവരശേഖരണവും നടത്തി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മിഷൻ കെൽട്രോണിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഖരമാലിന്യ സംസ്കരണത്തിനുള്ള നിരീക്ഷണ സംവിധാനത്തിനായി ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന ആപ്ലിക്കേഷൻ സ്ഥാപിച്ചത്. വീട് ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ വിവരങ്ങൾ ഇതിലൂടെ ലഭ്യമാവും. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ശേഖരണം, കലണ്ടർ പ്രകാരമുള്ള പാഴ്വസ്തു ശേഖരണം തുടങ്ങിയ വിവരങ്ങളും അറിയാൻ സാധിക്കും. ആപ്പ് വഴി യൂസർ ഫീ നൽകാത്ത വീടുകളെയും സ്ഥാപനങ്ങളെയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും വാതിൽപ്പടി ശേഖരണം കൃത്യമായി നടപ്പാക്കാനും സാധിക്കും. മാലിന്യ സംസ്കരണത്തിനായി പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ആവശ്യപ്പെടാനും കാലതാമസം വരുമ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പരാതി നൽകാനും ഫീസ് അടയ്ക്കാനും സാധിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. രമ അധ്യക്ഷയായ പരിപാടിയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ശാലിനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK. രാമചന്ദ്രൻ, 9ാം വാർഡ് മെമ്പർ T. ഷീല, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മറ്റു ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വികസന നിറവിൽ ചിറ്റൂർ നിയോജക മണ്ഡലം. വികസന നിറവിൽ ചിറ്റൂർ നിയോജക മണ്ഡലം. വടകരപ്പതി, എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, പെരുമാട്ടി, പട്ടഞ്ചേരി, നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി, പെരുമാട്ടി മൂലത്തറ റെഗുലേറ്റർ, കുന്നംകോട്ടുപതി വാട്ടർ ഫിൽട്ടർ പ്ലാന്റ്, വടകരപ്പതി, എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, പെരുമാട്ടി, പട്ടഞ്ചേരി, നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി, പെരുമാട്ടി മൂലത്തറ റെഗുലേറ്റർ, കുന്നംകാട്ടുപതി വാട്ടർ ഫിൽട്ടർ പ്ലാന്റ് എന്നിങ്ങനെ ചിറ്റൂരിൽ പൂർത്തിയാക്കിയതും പുരോഗമിക്കുന്നതുമായ നിരവധി പ്രവർത്തനങ്ങൾ നീളുന്നു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതിയിലേക്കായി 143.53 കോടിയിൽ വടകരപ്പതി, എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി, 126.77 കോടിയിൽ പെരുമാട്ടി, പട്ടഞ്ചേരി, നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി, ചിറ്റൂരിൻ്റെ കിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി ജലസ്രോതസ്സുകൾ നിലനിർത്തി ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും വീടുകളിലേക്ക് പൈപ്പ് ലൈൻ മുഖേന കുടിവെള്ളം എത്തിക്കുന്നു. ഇതോടെ കുടിവെള്ളത്തിനായി ടാങ്കർ ലോറി കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. പെരുമാട്ടി മൂലത്തറ റെഗുലേറ്റർ പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചിറ്റൂർ പുഴ പദ്ധതിയുടെ പ്രധാന നിയന്ത്രണ ഘടകമാണ് മൂലത്തറ റെഗുലേറ്റർ. 63.94 കോടിയിലാണ് പെരുമാട്ടി മൂലത്തറ റെഗുലേറ്റർ പൂർത്തിയാക്കിയത്. ചിറ്റൂർ പുഴ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന പെരുമാട്ടി, പട്ടഞ്ചേരി, നല്ലേപ്പള്ളി, പൊൽപ്പുള്ളി, എലപ്പുള്ളി, കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി, വടകരപ്പതി, വടവന്നൂർ, കൊടുമ്പ്, കൊടുവായൂർ, തേങ്കുറിശി, പല്ലശ്ശേന, പുതുനഗരം, കണ്ണാടി, മുതലമട എന്നീ പഞ്ചായത്തുകൾക്കും ചിറ്റൂർ തത്തമംഗലം നഗരസഭയ്ക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. 5300 ഹെക്ടർ തെങ്ങും മറ്റ് മിശ്രിത വിളകളും
15,140 ഹെക്ടർ നെൽകൃഷിയും ഉൾപ്പെടെ 20,440 ഹെക്ടർ പ്രദേശത്തെ ജലസേചനവും കിഴക്കൻ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ള ലഭ്യതയും പദ്ധതിയിലൂടെ ഉറപ്പാക്കി. മണ്ഡലത്തിൽ പൂർത്തിയായ മറ്റ് പദ്ധതികൾ കൂടാതെ 12 കോടിയിൽ കുന്നംകാട്ടുപതി വാട്ടർ ഫിൽട്ടർ പ്ലാന്റ്, 6 കോടിയിൽ ചിറ്റൂർ സർക്കാർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണം, 4 കോടിയിൽ ചിത്രാഞ്ജലി തിയേറ്ററിന്റെ നവീകരണം, 4 കോടിയിൽ ചിറ്റൂർ ഗവ വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം, 1.5 കോടിയിൽ വണ്ണാമട ഭഗവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, 1 കോടിയിൽ തത്തമംഗലം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ, 58 ലക്ഷത്തിൽ പുൽപ്പുള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണം, 42 ലക്ഷത്തിൽ മേനോമ്പാറ വേലന്തവളം പൈപ്പ് ലൈൻ നീറ്റൽ, 25 ലക്ഷത്തിൽ മേട്ടുപാളയം ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം എന്നിവയും പൂർത്തിയായ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. അന്തിമഘട്ടത്തിലും പുരോഗമിക്കുന്നതുമായ പദ്ധതികൾ: മൂലത്തറ വൽതുകര കനാൽ ദീർഘിപ്പിക്കൽ പദ്ധതി 262 കോടി കിഫ്ബി ഫണ്ടിൽ കോരയാർ മുതൽ വരട്ടയാർ വരെ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 1ാം ഘട്ട RBC കനാൽ നവീകരണം 3575 ഹെക്ടർ ഭൂമിയിൽ സുസ്ഥിര ജലസേചനം ലക്ഷ്യമിടുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളായ കോഴിപ്പതി, എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തുകൾക്ക് ഏറെ പ്രയോജനം ലഭിക്കും. പദ്ധതിയിലൂടെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ജലമെത്തിക്കുകയും 14 കുളങ്ങളുടെ പുനരുജ്ജീവനം നടത്തുകയും ചെയ്യും. തുടർന്ന് 300 കോടിയിൽ വരട്ടയാർ മുതൽ വേലന്താളം വരെ 2ാം ഘട്ട RBC കനാൽ നിർമ്മാണവും നടക്കും. ചിറ്റൂരിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പുരോഗതിയിലാണ്. കിഫ്ബിയുടെ 70.51 കോടി ഫണ്ടിലാണ് കെട്ടിട സമുച്ചയത്തിന്റെയും ഭൗതിക സൗകര്യങ്ങളുടെയും പ്രവൃത്തികൾ നടക്കുന്നത്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 220 കിടക്കകളോടുകൂടിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതോടുകൂടി താലൂക്ക് ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഒഫ്താൽമോളജി, സർജറി തുടങ്ങിയ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ മെച്ചപ്പെട്ട സേവനം നൽകാനാവും. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 6 നില കെട്ടിടമാണ് 10,159.51 സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്നത്. അതിനു പുറമെ മോർച്ചറി, സർവീസ് ബിൽഡിംഗ്, DG ഷെഡ്, സമ്പ് ആൻഡ് പമ്പ് റൂം, കാർ പാർക്കിംഗ് എന്നിവയുമുണ്ട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്തൃ സംഗമം നടന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥയായ ഭവന പുനരുദ്ധാരണം ജനറൽ ഗുണഭോക്താക്കളുടെ രേഖാ പരിശോധനകൾക്കും നിർദ്ദേശം നൽകുന്നതിനുമായി ഗുണഭോക്തൃ സംഗമം നടത്തി. പരിപാടി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ K. കൃഷ്ണപ്രകാശ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. SC വിഭാഗക്കാർക്ക് ഉച്ചകഴിഞ്ഞ് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നിർവഹണ ഉദ്യോഗസ്ഥനായ പ്രഭ K. പദ്ധതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഗുണഭോക്താക്കൾക്ക് നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു MM ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ ശ്രീദേവി, NT വിജിത, ധന്യ, സൗദ സലീം, ഗ്രീഷ്മ, സുരേന്ദ്രനുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭവന പുനരുദ്ധാരണം ഇനത്തിൽ 20,000 രൂപയാണ് നൽകിയതെങ്കിൽ ഇത്തവണ 30,000 രൂപയാണ് നൽകുന്നത്. SC വിഭാഗക്കാർക്കും കാലാനുസൃതമായ മാറ്റമെന്നോണം 30,000-ൽ നിന്നും 40,000 രൂപ നൽകുന്നുണ്ട്. ഒക്ടോബർ 31 തീയതിക്കകം എല്ലാ ജനറൽ വിഭാഗക്കാർക്കും ആനുകൂല്യം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ രേഖകളും നിർവഹണ ഉദ്യോഗസ്ഥന് നൽകേണ്ടതും കരാറിൽ ഏർപ്പെടേണ്ടതുമാണ്. SC വിഭാഗക്കാർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനായി നവംബർ 5 വരെ സമയം നൽകിയിട്ടുണ്ട്. രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് ആദ്യ ഗഡുവായി ധനസഹായത്തിന്റെ പകുതി തുക ഗുണഭോക്താവിന് അനുവദിക്കുന്നതാണ്. തുക വിനിയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ബാക്കി തുക കൂടി ഗുണഭോക്താവിന് നൽകുന്നതാണ്. ചരിത്രത്തിൽ ഇന്ന് ഫുട്ബോൾ ഇതിഹാസം പെലെ ഓർമ്മ ദിനം. ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളാണ്. ആക്രമണ ഫുട്ബോളിന്റെ സൗന്ദര്യമാർന്ന ശൈലിയും ലോകത്തിന് കാട്ടിക്കൊടുത്ത അദ്ദേഹത്തെ കറുത്തമുത്തെന്നാണ് ലോകം വിളിക്കുന്നത്. പന്തടക്കത്തിലും ഇരുകാലുകൾ കൊണ്ടുള്ള ഷൂട്ടിങ്ങിലും അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിലും പെലെ വലിയ മികവ് തന്നെ പ്രകടിപ്പിക്കുന്നു. 1000-ലേറെ ഗോളുകൾ സ്വന്തം പേരിൽ കുറിച്ച പെലെ 3 തവണ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്തു. പെലെ അഭിനയിച്ച സിനിമയാണ് എസ്കേപ്പ് ടു വിക്ടറി. തൻ്റെ കരിയറിലുടനീളം ഒരു ഗെയിമിന് ശരാശരി 1 ഗോൾ കളിക്കളത്തിൽ എതിരാളികളുടെ ചലനങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനൊപ്പം 2 കാലുകളാലും പന്തടിക്കുന്നതിൽ പെലെ മിടുക്കനായിരുന്നു. പ്രധാനമായും ഒരു സ്ട്രൈക്കർ ആയിരിക്കുമ്പോൾ അയാൾക്ക് ആഴത്തിൽ വീഴാനും കളികൾ നിർവഹിക്കാനുമുള്ള പങ്ക് വഹിക്കാനും കഴിയും. ഇത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും പാസിംഗ് കഴിവും നൽകുന്നു. കൂടാതെ എതിരാളികളെ മറികടക്കാൻ അദ്ദേഹം തൻ്റെ ഡ്രിബ്ലിംഗ് കഴിവുകളും ഉപയോഗിക്കും. ബ്രസീലിൽ ഫുട്ബോളിലെ നേട്ടങ്ങൾക്കും ദരിദ്രരുടെ സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന നയങ്ങളുടെ തുറന്ന പിന്തുണയ്ക്കും അദ്ദേഹം ഒരു ദേശീയ നായകനായി വാഴ്ത്തപ്പെടുന്നു. 1958 ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ ആവിർഭാവം ആദ്യത്തെ കറുത്ത ആഗോള കായിക താരമായി മാറിയത് പ്രചോദനത്തിന്റെ ഉറവിടമായിരുന്നു. തന്റെ കരിയറിലുടനീളവും വിരമിക്കലിലും പേളിക്ക് ഈ മേഖലയിലെ പ്രകടനം, റെക്കോർഡ് നേട്ടങ്ങൾ, കായികരംഗത്തെ പാരമ്പര്യം എന്നിവയ്ക്കായി നിരവധി വ്യക്തിഗത ടീം അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചു.
1957 ജൂലൈ 7 മാരക്കാനയിൽ അർജന്റീനയ്ക്കെതിരെ 2-1 തോറ്റതാണ് പെലെയുടെ ആദ്യ അന്താരാഷ്ട്ര മത്സരം. ആ മത്സരത്തിൽ 16 വർഷവും 9 മാസവും പ്രായമുള്ള ബ്രസീലിനായി അദ്ദേഹം തന്റെ ആദ്യ ഗോൾ നേടി. തന്റെ രാജ്യത്തിനായി ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി അദ്ദേഹം തുടരുന്നു. 1958 ലോകകപ്പിൽ 3 സ്വീഡിഷ് കളിക്കാരെ മറികടന്നു. കാൽമുട്ടിന് പരിക്കേറ്റ് പെലെ സ്വീഡനിലെത്തിയെങ്കിലും ചികിത്സാ മുറിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ സഹപ്രവർത്തകർ ഒരുമിച്ച് നിൽക്കുകയും തെരഞ്ഞെടുക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. 1958 ഫിഫ ലോകകപ്പിലെ ആദ്യ റൗണ്ടിലെ 3-ാം മത്സരത്തിൽ സോവിയറ്റ് യൂണിയനെതിരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം. അവിടെ അദ്ദേഹം വാവയുടെ 2ാം ഗോളിന് അസിസ്റ്റ് നൽകി. അക്കാലത്ത് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു അദ്ദേഹം. നേരെ ഫ്രാൻസ് സെമിഫൈനലിൽ ബ്രസീൽ ഹാഫ് ചെയ്തത് 2-1 നേടിയ ശേഷം പെലെ ഒരു ഹാട്രിക് നേടി. അങ്ങനെ ചെയ്യാൻ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ പെലെയ്ക്ക് മാത്രമേ സാധിക്കുകയായിരുന്നുള്ളൂ. 1958 ലോകകപ്പ് ഫൈനലിൽ ബ്രസീൽ വിജയിച്ചതിനു ശേഷം ഗോൾ കീപ്പർ ഗിൽമാറിന്റെ തോളിൽ 17 വയസ്സുള്ള പെലെ കരയുന്ന ചിത്രം അന്ന് പ്രശസ്തമായിരുന്നു. 1958 ജൂൺ 29 17 വർഷവും 249 ദിവസവും ലോകകപ്പ് ഫൈനൽ മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി പെലെ മാറി. തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ബ്രസീൽ 5-2 സ്വീഡനെ തോൽപ്പിച്ചപ്പോൾ ആ ഫൈനലിൽ അദ്ദേഹം 2 ഗോളുകൾ നേടി. പേളി പോസ്റ്റിൽ തട്ടി തുടർന്ന് വാവെ 2 ഗോളുകൾ നേടി ബ്രസീലിന് ലീഡ് നൽകി. വലയുടെ മൂലയ്ക്ക് ബോളിംഗ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഡിഫൻഡറിന് മുകളിലൂടെ പന്ത് ഫ്ലിക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ ആദ്യ ഗോൾ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി തെരഞ്ഞെടുക്കപ്പെട്ടു. പെലെയുടെ 2ാം ഗോളിനെ തുടർന്ന് സ്വീഡിഷ് താരം സിഗ്വേർഡ് പാർലിംഗ് പിന്നീട് അഭിപ്രായമിടുന്നു. ആ ഫൈനലിൽ പെലെ 5ാം ഗോൾ നേടിയപ്പോൾ ഞാൻ സത്യസന്ധനായിരിക്കണം, എനിക്ക് അഭിനന്ദിക്കാൻ തോന്നി. മത്സരം അവസാനിപ്പിച്ചപ്പോൾ പെലെ മൈതാനത്ത് കടന്നുപോയി. ഗാരിഞ്ച പുനരുജ്ജീവിപ്പിച്ചു. പിന്നീട് അദ്ദേഹം സുഖം പ്രാപിച്ചു. സഹതാരങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചപ്പോൾ കരയാൻ വിജയം നിർബന്ധിതനായി. 4 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളോടെ ടൂർണമെന്റ് പൂർത്തിയാക്കി. റെക്കോർഡ് ബ്രേക്കർ ജെസ് ഫോണ്ടൈനെ പിന്നിലാക്കിക്കൊണ്ട് ടൂർണമെന്റിലെ മികച്ച യുവതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബാർണി റോണ എഴുതി അവ നയിക്കാനുള്ള കഴിവ് ഒന്നുമില്ലാതെ മിനാസ് ഗെറൈസിൽ നിന്നുള്ള ഒരു ആൺകുട്ടി ആദ്യത്തെ കറുത്ത ആഗോള കായിക സൂപ്പർ താരമായി മാറി. യഥാർത്ഥ ഉയർച്ചയുടെയും പ്രചോദനത്തിന്റെയും ഉറവിടം 1958 ലോകകപ്പിലാണ് പേളി 10ാം നമ്പർ ജേഴ്സി ധരിക്കാൻ തുടങ്ങിയത്. അസംഘടിതരുടെ ഫലമായിരുന്നു സംഭവം. ബ്രസീലിയൻ ഫെഡറേഷന്റെ നേതാക്കൾ കളിക്കാരുടെ ഷർട്ട് നമ്പറുകൾ അനുവദിച്ചില്ല. ഫിഫയാണ് നമ്പർ 10 തിരഞ്ഞെടുക്കേണ്ടത്. ഈ അവസരത്തിൽ പകരക്കാരനായിരുന്ന പേലെയ്ക്ക് ഷർട്ട് അമർത്തുക. പെലെ 1958 ലോകകപ്പ് ഏറ്റവും വലിയ അവതരണവും വിളംബരവും അവനും ഭൂതകാലം പിന്നിൽ മത്സരങ്ങളുടെ 2ാമത്തെ മികച്ച താരവും ആയിരുന്നു. തെക്കേ അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിലും പെലെ കളിച്ചു. 1989 മത്സരം. ബ്രസീൽ ടൂർണമെന്റിൽ പുറത്താകാതെ ഒരാളായി ഉണ്ടായിട്ടും 2ാമതും വന്നപ്പോൾ ടൂർണമെന്റിൽ മികച്ച താരമെന്ന 8 ഗോളുകൾ ടോപ്പ് സ്കോററായി മാറി. ചിലിക്കെതിരെ 2 ഗോളുകളും പാരാഗ്വേക്കെതിരെ ഒരു ഹാട്രിക്കും ഉൾപ്പെടെ ബ്രസീലിന്റെ 6 മത്സരങ്ങളിൽ 5ലും അദ്ദേഹം ഗോൾ നേടി. 1963 മിലാനിലെ സാൻ സിറോയിൽ ബ്രസീലിനൊപ്പം ഇറ്റലിയിലെ ജിയോവനി ട്രാപ്റ്റോണിയ നേരിട്ട പോരാളിയായിരുന്നു. അപ്പോഴാണ് 1962 ലോകകപ്പ് തുടങ്ങിയത്. പെലെ ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരനായി മാറി. 1962 ലോകകപ്പ് ആദ്യ മത്സരത്തിൽ ചിലി നേരെ മെക്സിക്കോ. പെലെ ആദ്യ ഗോൾ സഹായത്തോടെ 2ാമത് ഡിഫെൻഡ് ചെയ്തു. ഈ പ്രവർത്തനത്തിനു ശേഷം ചെക്കോസ്ലോവാക്യക്കെതിരെ ഒരു ദീർഘദൂര ഷോട്ടിന് ശ്രമിക്കുന്നതിനിടെ അടുത്ത ഗെയിമിൽ അദ്ദേഹം പരിക്കേറ്റു. ഇത് അദ്ദേഹത്തെ ടൂർണമെന്റിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും കൂടാതെ ടൂർണമെന്റിലെ ഏക ലൈനപ്പ് മാറ്റം വരുത്താൻ കോച്ച് ഐമോറ മൊറീറയെ നിർബന്ധിച്ചു. ബാക്കിയുള്ള ടൂർണമെന്റിൽ മികച്ച പ്രകടനം നടത്തിയ അമേറിൽഡോ ആയിരുന്നു പകരക്കാരൻ. എന്നിരുന്നാലും അത് ആയിരുന്നു സാന്റിയാഗോയിൽ നടന്ന ഫൈനലിൽ ചെക്കോസ്ലോവാക്യയെ തോൽപ്പിച്ചതിനു ശേഷം ബ്രസീലിനെ അവരുടെ 2ാം ലോകകപ്പ് കിരീടത്തിലേക്ക് നയിക്കുന്ന ഗാരിഞ്ച. 1971 ജൂലൈ 18 റിയോ ഡി ജനീറോയിൽ യുഗോസ്ലാവിയക്കെതിരെയായിരുന്നു പെലെയുടെ അവസാന അന്താരാഷ്ട്ര മത്സരം. പെലെ കളത്തിലിറങ്ങിയപ്പോൾ ബ്രസീൽ ടീമിന്റെ റെക്കോർഡ് 67 വിജയങ്ങളും 14 സമനിലകളും 14 തോൽവികളുമാണ്. പെലെയും ഗാരിഞ്ചയും ഫീൽഡ് ചെയ്യുമ്പോൾ ബ്രസീൽ ഒരു മത്സരത്തിലും തോറ്റിട്ടില്ല. ബ്രസീൽ കളിച്ചത് ഇറ്റലിയിൽ ഫൈനലിൽ നിന്ന് അസ്കെ സ്റ്റേഡിയത്തിൽ മെക്സിക്കോ സിറ്റിയിലായിരുന്നു. ഇറ്റാലിയൻ ഡിഫൻഡർ ടാർസിയോ ബഗ്നിച്ചിനെ മറികടന്ന് ഒരു ഹെഡറിലൂടെയാണ് പെലെ ആദ്യ ഗോൾ നേടിയത്. ബ്രസീലിന്റെ 100ാം ലോകകപ്പ് ഗോൾ ആഘോഷിക്കുന്നതിൽ സഹതാരം ജെർസിഞ്ഞോയുടെ കൈകളിലേക്ക് പെലെയുടെ കുതിപ്പ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.